ബാലരാമപുരത്ത് നവീകരിച്ച പുതിയ CI ഓഫീസിന്റെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. പ്രദേശത്തെ ക്രമസമാധാന പാലനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച ബാലരാമപുരത്തെ പുതിയ CI ഓഫീസിന്റെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പരാതികളിൽ വേഗത്തിൽ നടപടി സ്വീകരിക്കുന്നതിനും ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ ഓഫീസ് കെട്ടിടം സഹായകമാകുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ജനസൗഹൃദ പോലീസ് തത്വങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാതെ സേവനം ലഭ്യമാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് തിരുവനന്തപുരം റൂറൽ SP JK അനിൽകുമാറിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല താക്കോൽ കൈമാറി. ചടങ്ങിൽ അഡ്വക്കേറ്റ് M. വിൻസെന്റ് MLA, KPCC മെമ്പർ വിൻസെന്റ് D. പോൾ, UDF കൺവീനർ സുധീർ, സൗത്ത് മണ്ഡലം ഹർഷാദ്, നോർത്ത് മണ്ഡലം നദീഷ് നളിനം, പോലീസ് ഉദ്യോഗസ്ഥരായ റൂറൽ അഡീഷണൽ SP JK ബിനിൽ, നെയ്യാറ്റിങ്കര DYSP സ്റ്റുവർട്ട് കീലർ, കാട്ടാക്കട DYSP ബിനുകുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അനിൽകുമാർ, ബാലരാമപുരം CI അഭിലാഷ്, നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പുതിയ ഓഫീസ് നിലവിൽ വന്നതോടെ ബാലരാമപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്രമസമാധാന പാലനത്തിനും ഗതാഗത നിയന്ത്രണത്തിനും കൂടുതൽ വേഗത കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയുമായി ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാരെ കാണുകയും അവരുടെ സുമനസ്സുകളുടെ ആ സഹായം കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഒരു സർക്കിൾ ഓഫീസ് ഇവിടെ പണിതീർക്കാൻ സാധിച്ചത്. ഇത് സംബന്ധിച്ചോളം നിരവധി ആക്ഷേപങ്ങളാണ് ഞങ്ങളെക്കുറിച്ച് ഇവിടെ ഞങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ പറയുന്നത്. പക്ഷേ ആ എതിർപ്പുകളെയെല്ലാം ഇവിടുത്തെ ജനങ്ങൾ തൃണവൽഗണിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ഭംഗിയായ ഒരു CI ഓഫീസ് നമുക്ക് ഇവിടെ സജ്ജമാക്കുവാൻ സാധിച്ചത്. 24 മണിക്കൂറും പോലീസിൻ്റെ സാന്നിധ്യമുള്ള ഈ ജംഗ്ഷൻ സാന്നിധ്യം ഉണ്ടാകണമെന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ആവശ്യമാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നടന്നിരിക്കുന്നത്. അദ്ദേഹം തുടക്കം മുതൽ ഈ ബിൽഡിംഗ് ഇവിടെ CI ഓഫീസ് വരുന്നതിനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി എല്ലാ പ്രോത്സാഹനവും അദ്ദേഹം നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പിന്തുണയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ഇതിൻ്റെ ഉപോത്ഭകമായി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വേഗം പറഞ്ഞ സമയത്തേക്കാൾ മുൻപേ ഞങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാൻ ശ്രമിച്ചത്. കോൺഗ്രസ്സുകാരുടെയും UDF പ്രവർത്തകന്മാരുടെയും നേതാക്കളുടെയും സാധാരണക്കാരുടെയും അതുപോലെ വ്യാപാരി വ്യവസായികളുടെയും നിസ്സീമമായ സഹകരണമാണ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അതിവേഗം ഞങ്ങൾക്ക് ഈ CI ഓഫീസ് ഇവിടെ പ്രവർത്തനക്ഷമമാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും, അതായത് ഇതിനു വേണ്ടി സഹകരിച്ച നിസ്സീമമായി എല്ലാ പിന്തുണയും നൽകിയ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളോടും പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായികളോടും ഞങ്ങളുടെ അകവിധം നന്ദി ഇതോടൊപ്പം അറിയിക്കുകയും ചെയ്യുന്നു. ഇത് ബാലരാമപുരത്തിൻ്റെ തിലകക്കുറിയായി തുടരും എന്ന് ഞങ്ങൾക്ക് പറയുവാൻ അഭിമാനമുണ്ട്. ഞങ്ങളെ എതിർത്തവർ ഞങ്ങൾക്ക് ഒരുപാട് ആവേശമുണ്ടാക്കി തന്നു. ഈ സമൂഹം അത് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്രയും സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് ആരൊക്കെ ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് ഈ സമൂഹത്തിനോട് അറിയിക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട്. 1-2 ദിവസത്തിനകം ഇതിൻ്റെ കണക്കുകൾ ബാലരാമപുരത്ത് ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തും. ഞങ്ങൾ ശക്തരായി ഇറങ്ങിയത് കൊണ്ടാണ് ഈ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ബാലരാമപുരത്തെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിന് ജംഗ്ഷനിൽ
പോലീസ് സംവിധാനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങളിവിടെ ഇന്ന് പ്രതിഫലിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവர்களுം ബഹുമാന്യനായ കോവളത്തിൻ്റെ MLA അഡ്വക്കേറ്റ് M. വിൻസെൻ്റ് അവர்களுം ഒന്നിച്ചു വന്ന് ഈ സ്ഥാപനം പോലീസിനായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും, വ്യാപാരി വ്യവസായി ആളുകൾ, ഇവിടുത്തെ നാട്ടുകാർ, ഇവിടെ ഇതിനെ കാണാൻ വന്ന ഒരുപാട് ആളുകളാണ് ഈ പോലീസ് സ്റ്റേഷൻ കാണാനായി പല സ്ഥലത്തുനിന്നും ദിവസങ്ങളായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ 16 ദിവസത്തെ ഞങ്ങളുടെ ഈ ശ്രമവും ഇതിനു വേണ്ടി ഉറക്കമില്ലാതെ രാവിലെയും വൈകുന്നേരവും രാത്രിയും ഇവിടത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വീട് പണിയുന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചുകൊണ്ട് ഈ നാടിന് ഞങ്ങളും സമർപ്പിക്കുന്നത്. ഇതൊരു അംഗീകാരമായി കൈയടിച്ച് ഈ നാട് സ്വീകരിക്കേണ്ടതാണ്. GTV ന്യൂസ്, ബാലരാമപുരം.